ഈ തിങ്കളാഴ്ച രാത്രി ഇത്രയും പേര് വന്നതിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വലിയ പ്രവൃത്തി അത്രേ. ആദ്യമായി വന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. ഈ കുടുംബത്തിലുണ്ടായിട്ട് കുറച്ച് നാൾ ഞാൻ കാണാത്തവരുണ്ട്, അവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ മാത്യു ഉണ്ട്. ഇന്ന് പകൽക്കാലം അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. അന്നിങ്ങനെ രാവിലെ വന്നവരെല്ലാം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. ഹല്ലേലൂയ, ആമേൻ. വൈകിട്ട് കർത്താവിൻ്റെ ദാസൻ നമ്മളോട് സംസാരിക്കും. അദ്ദേഹം ഇൻഡോറിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. 2011 പാസ്റ്റർ ജോർജിൻ്റെ ഭവനത്തിൽ വെച്ച് നമ്മൾ നടത്തിയ ഒരു മീറ്റിങ്ങിൽ പ്രിയ കർത്താവിൻ്റെ ദാസൻ വന്ന് പങ്കെടുത്തത് ഞാൻ ഓർക്കുന്നു. നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടും അദ്ദേഹം ശുശ്രൂഷിക്കും. 9 മണി വരെയെങ്കിലും അദ്ദേഹത്തിന് മിനിമം സംസാരിക്കാവുന്നതാണ്. ആത്മാവിന് പ്രകാശം നൽകുന്നെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾക്ക് അത് എടുക്കുവാൻ സാധിക്കുമെങ്കിൽ മുന്നോട്ട് അദ്ദേഹത്തിന് പോകാം. എന്നാൽ ഇന്ന് രാത്രി ഒരു അനുഗ്രഹമായിരിക്കും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഒരു പ്രത്യേക വിഷയത്തിലായിരിക്കും നമ്മളോട് സംസാരിക്കുന്നതെങ്കിലും വചനത്തെ നമുക്ക് ഒരു വിഷയത്തിൽ ഒതുക്കാൻ സാധ്യമല്ല. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളും എന്താണോ അതിനോട് ആത്മാവ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവദാസൻ പ്രാർത്ഥനയെക്കുറിച്ചോ അദ്ദേഹത്തിന് ദൈവാത്മാവ് കൊടുക്കുന്നത് എന്താണോ അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ അത് വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ അദ്ദേഹം പറയാത്ത കാര്യങ്ങളും ദൈവാത്മാവ് നമുക്ക് പറഞ്ഞു തരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി. അപ്പോൾ ഇന്ന് രാത്രി എല്ലാവർക്കും ഉണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറ, എല്ലാവർക്കും ഉണ്ട് ഇന്ന് രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് നമ്മൾ കരങ്ങളടിച്ച് കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വന്നാണ് ദൈവദാസൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയാവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോരാ, ഒന്നുകൂടി ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ അതിശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഷിജു അവർക്ക്, കുടുംബത്തിന്, സഹശുശ്രൂഷകന്മാരായി സേവനമനുഷ്ഠിക്കുന്ന കർത്തദാസന്മാര്, കടന്നു വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കള് ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ നടുവിൽ തിരുവചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാ ദേവദാസന്മാരെ പോലുള്ള ഒരു ദേവദാസനല്ല എൻ്റെ ദൃഷ്ടിയിൽ. ആമേൻ. കാലേബിനെ കുറിച്ച് തിരുവേന്ദ്രയിൽ പറയുന്നത് പോലെ വേറൊരു. ആമേൻ. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിൽ കർത്താവ് തൻ്റെ ദാസന്റെ ദിനങ്ങളിൽ അനേകരുടെ ഹല്ലേലൂയ വിടുതലിന് വേണ്ടി കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അറിയുന്ന നല്ല കർത്താവ് ആമേൻ നിശ്ചയമായും ആഗ്രഹങ്ങളെ സഫലമാക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിപ്പാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു ദേശത്ത് ഒരു ഭിക്ഷക്കാരൻ, ഒരു ദരിദ്രനായ ഒരു വ്യക്തി ഹല്ലേലൂയ എല്ലായിടത്തും പോയി ഭിക്ഷയെടുത്ത് താനിങ്ങനെ ജീവിതം കഴിച്ചു പോവുകയാണ്. ഹല്ലേലൂയ.
ദരിദ്രനായ ഒരു ഭിക്ഷക്കാരൻ, അവന് നല്ല വസ്ത്രമില്ല, കാലിൽ ചെരുപ്പില്ല, ഓരോ കടകളിലും വീടുകളിലും ഭിക്ഷ എടുത്ത് ജീവിക്കുകയാണ്. There was a beggar who was very poor. He did not have any money. He did not have shoes for his feet, and he used to beg in different stores. അവനിങ്ങനെ ഭിക്ഷയെടുത്ത് ഒരു തട്ടാന്റെ കടയിൽ വന്ന് ഹല്ലേലൂയ ഭിക്ഷ ചോദിക്കുവാൻ ആ പ്ലേറ്റ് നീട്ടുവാനായിട്ട് ഇടയായി തീർന്നു. And like that, he was begging, and he came to a store, and he extended his bowl with which he was begging to the store owner. ആമേൻ. ആ തട്ടാന് 10 പൈസയുടെ ഒരു തുട്ട് അതിലോട്ട് ഇടുവാനായിട്ട് ഇങ്ങനെ കരം നീട്ടി താൻ ആ പ്ലേറ്റിൽ നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ തിളങ്ങുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. And this person, the storekeeper, he went to put something about 10 paise into that bowl, and he saw something shining in that bowl. അദ്ദേഹം ആ പ്ലേറ്റ് വാങ്ങിയിട്ട് അതൊന്ന് ഒരകല്ല് കൊണ്ടൊന്ന് ഉരച്ചു നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് ഇതാണ്, ആ പ്ലേറ്റ് മുഴുവനും സ്വർണ്ണ പ്ലേറ്റ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. And when he saw that plate was shining, he took it and he started scratching it with something, and then he realized that that plate itself was made of gold. ആ വ്യക്തി പറഞ്ഞു, ഹല്ലേലൂയ സ്നേഹിത, ഈ ദേശത്തിലെ ഏറ്റവും വലിയ ധനവാനാണ് താങ്കൾ. Praise the Lord. And then he began to tell to that beggar, dear beggar, you are the richest person in this land. ഹല്ലേലൂയ, നീ ഒരു ഭിക്ഷക്കാരനല്ല, ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ ദേശത്തിലെ ഏറ്റവും വലിയ ധനവാനാണ്. And he told the beggar, you are no longer a beggar. You are the most richest person in this neighborhood. സംഭവിച്ചത് എന്താണ്? ഇവന്റെ പിതാവ് വലിയൊരു ധനവാനായിരുന്നു. What had happened was his father, the beggar's father, was very rich. ഒരേ ഒരു മകൻ. He had only one son. ഹല്ലേലൂയ, തന്റെ സഹോദരങ്ങള് അവരുടെ ഇടപാടുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്റെ കാലശേഷം പെട്ടെന്ന് മരിച്ചു പോയാൽ എന്റെ സ്വത്തുക്കളെല്ലാം സഹോദരങ്ങളും ബന്ധുക്കളും അപഹരിച്ചു കൊണ്ടുപോകും, എന്റെ ഈ മകനെ അനാഥനായി ഹല്ലേലൂയ എല്ലാവരും ഉപേക്ഷിക്കുവാനായിട്ട് ഇടയിത്തരും. അതുകൊണ്ട് താൻ ആ സ്വത്തെല്ലാം വിറ്റ് ഹല്ലേലൂയ ആ ഒരു സ്വർണ്ണ പ്ലേറ്റ് വാങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. This beggar's father was a very rich man, and because he was concerned about his son and the dealings which he had with his brothers, he thought, after I die, my brothers might take all my wealth away. But instead, he decided he sold everything that he had, and he bought a gold plate and gave it to his son. അതിൽ ഈയം പൂശി ഹല്ലേലൂയ തന്റെ മകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ സ്വത്ത്, നീ ഇത് ആർക്കും കൈമാറരുത്. പ്രൈസ് ദി ലോർഡ്. And then after he bought this plate, he gave it to his son, and he said, look, this is all that I have. This is all that I'm going to give it to you. I'm giving it to you. Do not give to anyone else. എന്നാൽ സത്യം അവനോട് പറഞ്ഞില്ലായിരുന്നു. അവൻ ചിന്തിച്ചു, എന്റെ പിതാവ് എനിക്ക് ഭിക്ഷ യാചിക്കുവാൻ വാങ്ങി തന്ന പ്ലേറ്റ് ആയിരിക്കും, അതുകൊണ്ട് അവൻ ഹല്ലേലൂയ ഭിക്ഷ യാചിച്ച് ജീവിക്കുകയാണ്. The beggar, he did not understand that this was such a valuable plate. He thought, my father had given me this plate so that I can go and beg. ദൈവമക്കളെ, ഇത് നമ്മുടെ ഹല്ലേലൂയ സ്വർണ്ണ പ്ലേറ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. Dear people of ഇത് നമ്മുടെ God, ഹല്ലേലൂയ, ഇത് നമ്മുടെ കയ്യിൽ ഉള്ളെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനാണ് ഞാൻ നിങ്ങൾ എന്നുള്ള സത്യം മറന്നു പോകരുത് ദൈവമക്കളെ. പ്രൈസ് ദി dear ലോർഡ്. people of God, the word of God Hallelujah. is the golden plate which God has given us. And if that is with us, then we are more rich than anyone else in the world. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആൻസറും ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. The answer to this fasting prayer is also in this book. ഹല്ലേലൂയ. നമുക്കൊരു ദർശനമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. ദേവദാസന് പകലിൽ പറയുവാനായിട്ട് ഈ ഉപവാസത്തിന്റെ പ്രത്യേക വിഷയം ഒന്ന്, ഒരു ആലയം വേണം ആരാധിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. You know, we have a need, and one of the needs which the man of God said, that in this fasting prayer we need a special hall. ദേവദാസനെ ഹല്ലേലൂയ വിഷൻ കാണുമല്ലോ, അല്ലെങ്കിൽ ഐഡിയ കാണുമല്ലോ, എത്ര വലുതായിരിക്കണം, ഏതാകൃതി ആയിരിക്കണം, എത്ര വിസ്താരമുണ്ടായിരിക്കണം. ഗൂഗിളിൽ പോയി അത് അന്വേഷിച്ച് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് ഇവിടെ ഒട്ടിച്ചിട്ട് എല്ലാ പ്രാർത്ഥനയിലും അതിൽ നോക്കി പ്രാർത്ഥിക്കുക, ദൈവം നിശ്ചയമായത് നൽകി തരും. പ്രൈസ് ദി ലോർഡ്. What the man of God should do is he should take a printout of something that looks at the same size and paste it on the wall here, and every time when you come to pray on it. ഓരോ കോപ്പി എടുത്ത് കടന്നു വരുന്ന എല്ലാ വിശ്വാസികളുടെയും ഹല്ലേലൂയ വീട്ടിൽ കൊടുക്ക്, അവരതിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവമക്കളെ, Amen. Dear people of God, if you believe, then within this year itself, God will do a miracle on your behalf. ആമേൻ. ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's go into the word of God. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യം. 2 Peter chapter 1 verse 10. ഹല്ലേലൂയ.
അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. Wherefore, brethren, give diligence to make your calling and your election sure. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ഹാലേലൂയ. കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. കർത്താവേ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഞങ്ങളുടെ നടുവിൽ വ്യാപരിപ്പാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. വചനത്തിനെതിരായി, ശുശ്രൂഷയ്ക്കെതിരായി, ആത്മീയ അവസ്ഥകൾക്കെതിരായി പോരാടുന്ന സകല അന്ധകാര പോരുകളെയും നസ്രനാം യേശുവിന്റെ നാമത്തിലടിങ്ങളെ ശാസിച്ച് ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിടെ ശക്തിയോടെ പ്രവർത്തിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ മകനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ ബലപ്പെടുത്തുകയും അവിടുത്തെ കൃപയിൽ പുതിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കടത്തിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ ഹല്ലേലൂയ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് സ്ലീഹ എഴുതിയ ഹല്ലേലൂയ ലേഖനത്തിൽ നിന്ന് ആണ് ഇന്ന് രാത്രിയിൽ നാം ഈ വാക്യം വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്. We read this from Peter, who was a disciple of Jesus. Praise the Lord. യേശു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. Jesus elected 12 disciples. ആമേൻ. ഈ 12 ശിഷ്യന്മാരും ശ്രേഷ്ഠ അപ്പോസ്തലന്മാരായിരുന്നു. All these 12 disciples were to be big apostles. എന്നാൽ ഈ പത്രോസിനെ നാം നോക്കുകയാണെങ്കിൽ എല്ലാവരെക്കാളും വ്യത്യസ്തമായ സ്വഭാവം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഇവൻ. But if you look at Peter, he had a different character than the others. ഇവന്റെ പേര് ശീമോൻ എന്നായിരുന്നു. His name was Simon. ശീമോൻ എന്ന പേരിന്റെ അർത്ഥം നദീതീരത്ത് കാണപ്പെടുന്ന ഞാങ്ങണ എന്നാണ്. The name Simon means a reed which you find on the riverbed. എന്നാൽ യേശു ഇവനെ കണ്ടപ്പോൾ ഒരു പേർ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. But when Jesus saw him, he called him a different name. ഹല്ലേലൂയ. യേശു മറ്റേ ശിഷ്യന്മാരോട് ആരുടെയും പേര് മാറ്റിയിട്ടില്ല. എന്നാൽ ഇവനെ കണ്ടപ്പോൾ കേഫ എന്ന് വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Jesus did not change any of the other disciples' name, but when he saw Simon, he called him Peter. ഹല്ലേലൂയ. Cephas. കേഫ. Kepha. കേഫ എന്ന വാക്കിന്റെ അർത്ഥം ഉറപ്പുള്ള പാറയിൽ നിന്ന് അടർന്നു വീണ പാറക്കഷ്ണം എന്നാണ്. Praise the Lord. The meaning of the word Kephas is that it's a piece of rock that has been broken off from a greater rock. വാസ്തവത്തിൽ നാം ഇവനെ പഠിച്ചാൽ ഇവൻ ഒരു ശീമോൻ ആയിരുന്നു ദൈവമക്കളെ. Praise the Lord. But if you study this person, he is truly a Simon. ഓരോ കാറ്റിനാലും ഓരോ ഓളങ്ങളാലും ആടി ഉലയുന്ന ഒരു പ്രകൃതി സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ഈ പത്രോസ്. This Simon, he used to have the nature of blowing or waving to whichever side the wind blows him to. എല്ലാ ശിഷ്യന്മാരെക്കാളും യേശുവിനെ അധികമായി സ്നേഹിക്കുകയും ഹല്ലേലൂയ ബഹുമാനിക്കുകയും അതേ രീതിയിൽ കാണുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ പത്രോസ്. Peter was somebody who respected, who admired and honored Jesus more than the other disciples. ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? Once Jesus asked the disciples, what do people say I am? പലരും പല അഭിപ്രായം പറഞ്ഞു. അവസാനം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? Many of them gave what the people said, and after that Jesus asked the disciples, what do you say about me? എല്ലാവരും മൗനമായി ഇരുന്നപ്പോൾ ഹല്ലേലൂയ പത്രോസ് ചാടിക്കയറി പറഞ്ഞു, ഒറ്റ വാക്കിലാണ് പറഞ്ഞത്, നീ നിത്യജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. While everybody else was silent, Peter stood up and said, you are the Christ. ഹല്ലേലൂയ. സ്തോത്രം. യേശു നിത്യജീവനാണ് എന്നുള്ള അറിവ് പ്രാപിച്ച പത്രോസ്, Peter, who understood that Jesus was the eternal life. പിന്നീട് ഹല്ലേലൂയ യേശു ഒരിക്കൽ ഇതാ വെള്ളത്തിന്മീതെ നടന്നു വരുന്നു. Well, at another time, Jesus is coming walking on the water. ഹല്ലേലൂയ. പത്രോസ് ചെറുപ്രായം മുതൽ മത്സ്യ പിടിച്ച് ആ തൊഴിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. Peter is somebody who used to be a fisherman from his childhood. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ആരും വെള്ളത്തിന്മീതെ നടന്നു വരുന്നത് കണ്ടിട്ടില്ല. ഇതാ യേശു വെള്ളത്തിന്മീതെ നടന്നു വരുന്നു. But in his entire lifetime, he had never seen anyone walking on the water, but now he's seeing Jesus walking on the water. ഉള്ളിൽ ഒരു വലിയൊരു ആഗ്രഹം, എനിക്കും യേശുവിനോട് കൂടെ വെള്ളത്തിന്മീതെ നടക്കണം. തുറന്നു ചോദിച്ചു, കർത്താവേ, ഞാനും കൂടി വെള്ളത്തിന്മീതെ നടക്കുവാൻ ഹല്ലേലൂയ സമ്മതമാണോ? Praise the Lord. And then he had a desire in his heart after seeing Jesus, I also want to walk on the water, and he asked Jesus for permission. യേശു പറഞ്ഞു, ഇറങ്ങി വരാൻ പറഞ്ഞു. And Jesus told him to come. രണ്ടാമതായി പത്രോസിനെ നാം കാണുമ്പോൾ യേശുവിനോടുകൂടെ വെള്ളത്തിന്മീതെ നടന്ന് അത്ഭുതം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന പത്രോസ്.
The second thing that you see is a Peter who wants to walk on water like Jesus and do a miracle. അതുപോലെ യേശു ഒരിക്കലും മറുരൂപമലയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി. So once Jesus went to this Mount of Transfiguration യോഹന്നാനെയും to pray, പത്രോസിനെയും ഹാലുലെ യാക്കോബിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. ഇടത്തും വലത്തും യേശുവിന്റെ ഇടതും വലത്തും മോശയും ഏലിയാവും നിന്ന് സംസാരിക്കുന്നു. എന്നാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിന് ഹാലുലെ വലിയൊരു ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള രണ്ട് ശിഷ്യന്മാരും മൗനമായി നിന്നപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നിനക്ക് സമ്മതമാണോ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. പ്രൈസ് ദി ലോർഡ്. while on that mountain, Peter, when he saw Moses and Elijah with Jesus, he had a desire. Look, he told Jesus, Jesus, I want to make a tent, one for you, one for Moses, and one for Elijah. ഹല്ലേലൂയ. വിശ്വാസ ഭവനം പണിയുവാൻ അല്ലെങ്കിൽ സഭകൾ സ്ഥാപിക്കുവാൻ ഏറ്റവും ഉത്സാഹമുള്ള ആഗ്രഹമുള്ള പത്രോസ്. Praise the Peter, Lord. who had a big desire to plant church. ആമേൻ. ഇനി അതെല്ലാം പോട്ടെ, യേശു ഹാലേലൂയ അന്ത്യ താഴ് സമയത്ത് ഹാലേലൂയ എല്ലാ ശിഷ്യന്മാരുടെയും കാല് കഴുകുവാൻ ഇടയായി തീർന്നു. In the Last Supper, Jesus washed every single disciple's. ആമേൻ. ഇത് കണ്ടുകൊണ്ട് പത്രോസിന്റെ ഉള്ളം കത്തിക്കയറിയ ഹാലേലൂയ ഈ യേശുവിന്റെ മുമ്പിലേക്ക് കാല് നീട്ടിയിട്ടിരിക്കുന്ന ശിഷ്യന്മാരെ കണ്ട് അവന്റെ ഹൃദയം ഹാലേലൂയ ദേഷ്യം കൊണ്ട് നിറയുവാനായിട്ട് ഇടയായി തീർന്നു. When Peter saw Jesus washing the disciples' feet, he was angered inside. അവന്റെ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഒരിക്കലും ഇത് സമ്മതിക്കത്തില്ല, യേശുവിന്റെ കാൽ കഴുകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. And he decided, look, it is dishonorable for Jesus to wash my എന്നാൽ feet. ഊഴം പത്രോസിന്റേതായി യേശു അടുത്ത് വന്നപ്പോൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, എന്ത് വന്നാലും നീ എന്റെ കാൽ കഴുകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. And when Jesus came to Peter, Peter told Jesus, look, whatever happens, I will not let you wash യേശു my feet. പറഞ്ഞു, നീ എന്നോടുകൂടെ കഴുകുന്നില്ല എങ്കിൽ ഹല്ലേലൂയ ഓഹരിയും അനന്ത നിത്യതയിൽ എന്നോടുകൂടെ പങ്കും അനന്ത നിത്യതയിൽ ഓഹരിയുമില്ല എന്ന് പറഞ്ഞു. Praise the But Lord. Jesus told Peter, if I do not wash your ഇത് feet, കേട്ടപാടെ അവൻ യേശുവിന്റെ പാദത്തിൽ വീണിട്ട് പറയുകയാണ്, കർത്താവേ, അങ്ങനെയെങ്കിൽ എന്റെ കാലും കൈയും തലയും എല്ലാം കൂടി കഴുകുമാറാകണമേ. and when he heard this, he told to Jesus, if it is like this, then wash me completely. ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവൻ ഹല്ലേലൂയ പത്രോസ്. ആമേൻ. Peter was somebody who stood in holiness. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയം അതിന്റെ തൊട്ട് മുമ്പ് യേശു സഖറിയാ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്ക് ഉദ്ധരണിയായി പറഞ്ഞു, ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകും. And before Jesus was about to be captured, he said like this from the book of Zechariah, when the shepherd is slaughtered, then the sheep will scatter. ഇത് ഹാലുല കേട്ടപാടെ മറ്റു ശിഷ്യന്മാർ മൗനമായിരുന്നപ്പോൾ പത്രോസ് ചാടിക്കയറി പറഞ്ഞു, കർത്താവേ, എന്ത് വന്നാലും നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. But when Peter heard this, he said, whatever happens, even if we have to die, we will never യേശു leave you. നിത്യജീവനാണെന്നുള്ള അറിവ് പ്രാപിച്ച പത്രോസ് Peter, who understood that Jesus was the eternal യേശുവിനോടുകൂടെ life. വെള്ളത്തിന്മീതെ നടന്ന് അത്ഭുതം ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള പത്രോസ്, Peter, who wanted to walk on the water ഹല്ലേലൂയ, with Jesus. വിശ്വാസ ഭവനം അല്ലെങ്കിൽ സഭകൾ സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹമുള്ള പത്രോസ്, Peter, who wanted to plant churches. വിശുദ്ധിയിൽ മുന്നിൽ നിൽക്കുന്ന പത്രോസ്, Peter, who stood in the forefront of യേശുവിനോടുകൂടെ holiness. മരിക്കുവാൻ ഒരുക്കമുള്ള പത്രോസ്. Peter, who wanted to die with ഉത്സാഹം Jesus. കൊള്ളാം, ആഗ്രഹം കൊള്ളാം, അറിവ് കൊള്ളാം, പ്രതിസന്ധിയുടെ നാളുകൾ കടന്നു വരുന്നു. ദൈവ പൈതലേ, ഹല്ലേലൂയ, ആമീൻ. ഇവൻ യേശുവിനെ ഹല്ലേലൂയ ആമീൻ അകലം വിട്ട് പിൻപറ്റുകയാണ്. ഹല്ലേലൂയ. പീലാത്തോസിന്റെ അരമനയിൽ അവനെ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ ആരോ എഴുന്നേറ്റ് പറഞ്ഞു, ഇവനും ആ നസ്രേത്തുകാരൻ്റെതുപോലെ ആ നസ്രേത്തുകാരന്റെ കൂടെയുള്ളവനാണ്, ഇവന്റെ ശൈലിയും ഇവന്റെ ഭാഷയും എല്ലാം നസ്രേത്തുകാരനെ പോലെ ഇരിക്കുന്നു എന്നൊരു ഹല്ലേലൂയ വാക്ക് പറഞ്ഞുപോയി. ആ പ്രത്യേക സാഹചര്യത്തിൽ മരണഭാഷങ്ങൾ തന്നെ ചുറ്റിവളയുന്നെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ഹല്ലേലൂയ ഈ യേശുവിനെ പ്രാകുവാനും ആണിയിടുവാനും തള്ളിപ്പറയുവാനും ഇടയായി തീർന്നു. When somebody asked Peter, Peter, if you know this Jesus, he said he started to reject Jesus and started to swear at him. ഹല്ലേലൂയ, സ്തോത്രം. അത് മാത്രമല്ല, അവൻ പിന്മാറിപ്പോയി. That not only that, he backslid. ഹല്ലേലൂയ. 3.5 വർഷം മുമ്പ് ഉപേക്ഷിച്ച വള്ളവും വലയും തേടി അവൻ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. The boat which he had left 3.5 years ago, he went right back. എന്നാൽ യേശു മരണം വിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു. But after Jesus had risen up ഹല്ലേലൂയ, again, ഗലീല കടൽ തീരത്തേക്ക് യാത്ര ചെയ്യാണ്. and he is walking to that shores of Galilee. അവിടെ ചെന്ന് ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു. And there he called the disciples to ഹല്ലേലൂയ. himself. പത്രോസിനെ ചേർത്ത് നിർത്തിയിട്ട് അവനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? And there he asked Peter, Peter, ഹല്ലേലൂയ. son of Jonah, do you love me more than all of them? അവന്റെ പരാജയങ്ങളെയോ അവന്റെ തെറ്റുകളെയോ അവന്റെ കുറ്റങ്ങളെയോ അവന്റെ ഹല്ലേലൂയ പിന്മാറ്റത്തെയോ ഒന്നും യേശു എണ്ണി ചോദിക്കാതെ ഹല്ലേലൂയ അവനോട് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ
ശിമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ വാക്കിന് മുമ്പിൽ അവൻ തകർന്നു പോയി. ദൈവമക്കളെ, അവൻ യേശുവിന്റെ കരങ്ങളിൽ വീണ്ടും ഏൽപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. Jesus did not ask him anything about what had happened, but when at that question, Peter was അവൻ completely പറഞ്ഞു, broken. ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് പറഞ്ഞു, എന്റെ ഹാലിലെ കുഞ്ഞാടുകളെ മേയ്ക്ക. സ്തോത്രം. And Peter was so broken, and then Jesus told him, look here, tend my sheep. അരിഷ്ടതയുടെ പാതയിലൂടെ ഓടി, ഹാലിലെ പിന്മാറ്റത്തിലൂടെ പോയി, ഹാലില വീണ്ടും കൃപയിലേക്ക് മടങ്ങി വന്ന് വിശ്വാസത്തിൽ ഉറച്ച ശേഷം കൃപായുഗത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന ഈ പത്രോസ് എഴുതിയിരിക്കുന്ന ഒരു ആത്മീയ സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. It is this Peter who has Hallelujah. wrote these words for us. ഹാലില ഇവിടെ പറയുന്നത്, ഹാലില ആകിയാൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ദൈവമക്കളെ, ഈ തിരുവചനത്തിലെ എല്ലാ സത്യങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ അത്യാവശ്യം നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ വിളിയെക്കുറിച്ചും നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒരറിവ് നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. There are a few things that we must have a hold on, and one of those are our calling and our election. നമ്മെ വിളിച്ചത് ആരാ ദൈവമക്കളെ? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:9 വായിക്കുന്നു, തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. 1 Corinthians 1:9, the God of the Father of our Lord Jesus Christ, who has called us into this fellowship, he is faithful. നമ്മെ വിളിച്ചത് ആരാണ് ദൈവമക്കളെ? നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നമ്മെ ഹല്ലേലൂയ ആ വഴിയിൽ ഇട്ടിട്ട് പോകുന്നവനല്ല. നമ്മെ അവൻ ഹല്ലേലൂയ തള്ളിക്കളയുന്നവനല്ല. നമ്മെ അവൻ ഉപേക്ഷിക്കുന്നവനല്ല. നമ്മുടെ ആവശ്യങ്ങളിൽ മുഖം തിരിച്ചു കളയുന്നവനല്ല. ഇന്ന് ഹല്ലേലൂയ രാത്രിയിൽ മനസ്സിലാക്കുക, നമ്മെ വിളിച്ചവൻ വിശ്വസ്തൻ. We should know that the one who has called us is faithful. ഹാലില പത്രോസ് പിന്നെ പറയുന്നു, 1 പത്രോസ് 1:15 പറയുന്നു, നമ്മെ വിളിച്ച ദൈവം വിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. 1 Peter 1:15, it says that the God who called us is holy. സമയമില്ലാത്തവരെ പെട്ടെന്ന് മുൻപോട്ട് കടന്നു പോവുകയാണ്. ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ഈ കർത്താവ് വിളിച്ചതാണ് എന്നുള്ളൊരു നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം. We need to have a strong assurance that this God has called us. വിളിക്കാതെ ആരും ഇവിടെ കടന്നു വന്നിട്ടില്ല. None of us are here without him കർത്താവ് calling us. എന്നെയും നിങ്ങളെയും വിളിച്ചതാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. God has called you and I. We should have that ഇനിയും assurance. വിളിച്ചതിന് ചില ഉദ്ദേശമുണ്ട് ദൈവമക്കളെ. വെറുതെ ദൈവം നമ്മെ വിളിക്കുകയില്ല. നമ്മെ വിളിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. അത് ഒന്ന് നോക്കാം. എന്താണ് ആ ദൈവത്തിന്റെ ഉദ്ദേശം? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:15. Colossians 3:15. There are some reasons why God called us. ആമേൻ. ക്രിസ്തുവിന്റെ സമാധാനം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ വാഴുവാൻ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. യെസ്, God has called you and I so that the peace of Christ ഹാലില might ഈ rule in us. ലോകത്തില് നാം പാർക്കുന്ന ഈ ദേശത്ത് നാം ഹാലില കണ്ണോടിച്ച് നോക്കുമ്പോൾ ഒരു ഭക്തന് സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം എങ്ങുമില്ല, എവിടെയുമില്ല. ആ സിറ്റുവേഷനിൽ, ആ പ്രത്യേക സാഹചര്യത്തില് ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു ദൈവവൈതലിന്റെ ഉള്ളില് ഹാലില ക്രിസ്തു തന്നിരിക്കുന്ന സമാധാനം, ആ സമാധാനം നമ്മുടെ ഉള്ളിൽ ഹാലില നിറയുവാനാണ്, സമാധാനത്തിൽ ജീവിക്കുവാനാണ് നമ്മെ വിളിച്ചു വേർതിരിച്ചത്. Praise the Lord. He has called us so that in a Hallelujah. world where there is no peace, we might have his peace. ഹല്ലേലൂയ. ലോകത്തിൽ എന്തും സംഭവിക്കട്ടെ, ഹല്ലേലൂയ, നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകരുത്. സമാധാനം വാഴുവാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Whatever happens in this world, you must never lose your peace, and that peace of God must rule in your life. രണ്ടാമതായി Second 1 thing, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:7 വാക്യം. 1 Thessalonians chapter 4:7. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം ഹല്ലേലൂയ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. The second reason why God has called us
is so that we might live in ആമേൻ. holiness. ഒന്ന്, നമ്മെ വിളിച്ചത് ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുവാൻ. രണ്ട്, വിശുദ്ധിയിൽ ജീവിക്കുവാൻ. Praise the First Lord. reason is so that the peace of God might rule in us. The second is അശുദ്ധരായിരുന്ന that we might നമ്മെ be holy. അശുദ്ധരായിരുന്ന നമ്മെ ഹാലിലെ കർത്താവ് എന്തിനാ വിളിച്ചെന്നറിയാമോ? ഇനിയും അശുദ്ധിയിൽ ജീവിക്കുവാനല്ല, പാപമില്ലാത്തൊരു ജീവിതം നയിക്കുവാന്, വിശുദ്ധനായ ദൈവത്തോടുകൂടെ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. The second reason why God has called us is that we might be holy just like God is holy. ദൈവമക്കളെ, ഹാലിലെ പാപം വാതിൽ തുറന്ന് നമ്മെ സ്വീകരിക്കാം. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്നെ വിളിച്ചത് ഇനി ഈ പാപം ചെയ്യുവാനല്ല, ഈ പാപം നോക്കുവാനല്ല, ഈ പാപം ചിന്തിക്കുവാനല്ല. ഹാലിലെ, ഞാനൊരു പ്രത്യേക വ്യക്തിയാണ്. എന്നെ ലക്ഷോപിലക്ഷം ജനങ്ങളുടെ നടുവിൽ നിന്ന് ഈ കർത്താവിനെ വിളിച്ചത് അവനോടുകൂടി അവന്റെ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ്. Praise the Lord. Hallelujah. He called us from all these people so that we might be partakers of His holiness. ഹാലിലെ, പഴയ നിയമത്തിൽ ഒരു ഭക്തനെ നമുക്കറിയാമല്ലോ, മോശ. We know Hallelujah. about an Old Testament saint, അവന്റെ Moses. ജീവിതത്തില് ഹാലേലുയ അവൻ വിശുദ്ധ ജീവിതം നയിച്ചവനായിരുന്നു. ദൈവമക്കളെ, Moses led a holy life. ഹാലേലുയ, ദൈവം ഇറങ്ങി അവനോട് മുഖാമുഖമായി സംസാരിക്കുവാൻ തക്കോണം അത്ര വിശുദ്ധി അവനിൽ ഉണ്ടായിരുന്നു. Praise the Lord. He had so much holiness that God came down and talked to him face to face. ഹാലേലുയ, ഈ ഹാലേലുയ അതിന് കാരണമുണ്ട്. അവന്റെ യൗവന അറിവിൽ തന്നെ, അല്ലെങ്കിൽ അവന്റെ യൗവന സമയത്ത് തന്നെ ഹാലേലുയ ഈ ലോകപരമായ സകലതും അല്ലെങ്കിൽ സകല പാപവും വിട്ടകന്ന ഒരു ജീവിതം അവനുണ്ടായിരുന്നു. Praise the Lord. Because he led a separate holy life. ഹാലേലുയ, തിരുവചനത്തിൽ വായിക്കുന്നത്, ആമേൻ, ഈ മോശ 3 ഹാലേലുയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും അതോടൊപ്പം 3 കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു, തെരഞ്ഞെടുക്കുകയും ചെയ്തു. We read from the word of God that he left 3 things and he accepted 3 things. ഹാലേലുയ, എന്തോ അവൻ ഹാലേലുയ റിജക്ട് ചെയ്തത്? ഒന്ന്, പാപത്തിന്റെ തൽക്കാല ഭോഗം. Praise the Lord. ഈ ലോകത്തില് ഹാലേലുയ അവൻ മിസ്രൈമിലായിരിക്കുമ്പോൾ പാപം ചെയ്യുവാനുള്ള ഫുൾ സ്വാതന്ത്ര്യം അവനുണ്ട്. എങ്കിലും ഹാലേലുയ പാപം വാതില് തുറന്ന് അവനെ സ്വീകരിക്കുമ്പോഴും ഹാലേലുയ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ജീവിതം അവനുണ്ടായിരുന്നു. ദൈവമക്കളെ, Praise the Lord. He had a life where he did not give away himself into the fleeting pleasures of sin. മനസ്സാക്ഷിക്കെതിരായ ഒരു പാപവും ആ ഭക്തൻ തന്റെ ജീവിതത്തിൽ ചെയ്തില്ല. Praise the Lord. He did not sin against his conscience. ഹാലേലുയ, രണ്ടാമതായി മിസ്രൈമിലെ നിക്ഷേപങ്ങളെ ഹാലേലുയ അവൻ തള്ളിക്കളഞ്ഞു. Praise the Second Lord. thing is he rejected the riches of Egypt. ഹാലേലുയ, ഈജിപ്തില് താൻ 14 വർഷം ഹാലേലുയ സൈനാധിപനായി സേവനമനുഷ്ഠിച്ചു. അയൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുമ്പോൾ പാരിതോഷികമായി അവൻ അനേക സമ്പത്ത് ലഭിച്ചിരുന്നു. അതാണ് മിസ്രൈമിലെ സമ്പത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഉപേക്ഷിച്ചു. Praise the Lord. When he was a commander of Egypt, he had received many plunders, but he rejected those riches. മൂന്നാമതായി ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന ആ പദവി അവൻ ഉപേക്ഷിച്ചു. The Praise the third Lord. thing that he rejected was being called the son of the Pharaoh's daughter. ഈ മോശയുടെ സമയത്ത് റാംസസ് എന്ന് പറയുന്ന ഫറവോൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനുശേഷം വേറൊരു ഫറവോൻ അവിടെയുണ്ട്. മൂന്നാമത് നിൽക്കുന്നത് ഈ മഹാനായ മോശയാണ്. Praise the Lord. The Pharaoh who was at that time was Ramses. The one after that, there is another Pharaoh, and the third in line was Moses himself. ഹാലേലുയ. അപ്പോൾ അവന്റെ ജീവിതത്തിൽ ഈ 3 കാര്യം റിജക്ട് ചെയ്തിട്ട് ഹാലേലുയ ക്രിസ്തുവിന്റെ നിന്ന തെരഞ്ഞെടുത്തു, ദൈവജനത്തിന്റെ കഷ്ടം തെരഞ്ഞെടുത്തു. ഹാലേലുയ, നിത്യതയിലെ ആ സ്വർഗീയ മഹിമ അവൻ തെരഞ്ഞെടുത്തു. Praise the Lord. He took on that eternal, he accepted that eternal glory in God. ഹാലേലുയ, ആ പ്രത്യേക സാഹചര്യത്തില് ആ പ്രത്യേക ഹാലേലുയ ആ പദവിയോടുകൂടെ ജീവിക്കുമ്പോൾ അവൻ എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ അവൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. ദൈവമക്കളെ, In those times, he had the right to do whatever he wanted, but still he feared God. ഹാലേലുയ, നാമും ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയായിത്തീരണം. ഹാലേലുയ, പാപം ചെയ്യുവാൻ ഇടയായിത്തീരല്ല. Praise the Lord. We should also fear God and we should not sin. ഹാലേലുയ, മോശയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ ദൈവമായിട്ടുള്ള ബന്ധത്തില് ആയിരുന്നത് കൊണ്ടാണ് അവൻ പിൽക്കാലത്ത് അവന്റെ ജീവിതത്തിന്റെ ആ ചരിത്രം തിരുവചനത്തിൽ വായിക്കുമ്പോൾ ദൈവമായി എത്ര അടുപ്പത്തിലായിരുന്നു അവൻ ജീവിച്ചത്. Praise the Lord. In the later years of his life, he lived a very close life with God. ആമേൻ. ഒരിക്കല് കർത്താവ് പറഞ്ഞു, ഹാലേലുയ, ഈ ജനം ഇസ്രായേൽ മുഴുവനും പാപം ചെയ്യുന്നു, എനിക്കെതിരായി പിറുപിറുക്കുന്നു, അതുകൊണ്ട് ഇനി മേലാൽ ഞാൻ ഇവരുടെ നടുവിൽ ഇറങ്ങി വരികയില്ല. സ്തോത്രം. Once God told to Moses, look, this entire people of Israel are sinning against me, so I will no longer visit them. ഹാലേലുയ.
മോശയോട് ദൈവം പ്രത്യേകം പറഞ്ഞു, മോശയെ നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിന്നോടുകൂടെ എന്റെ സാന്നിധ്യം കടന്നു വരും, എന്നാൽ ഈ ജനത്തിന്റെ നടുവിൽ ഞാൻ ഇറങ്ങി വരികയില്ല എന്ന് പറഞ്ഞു. God told Amen. Moses, Moses, I'm going to destroy all of Israel, but instead I will make you a great nation. ഹല്ലേലൂയ. മോശ പറഞ്ഞു, അത് നടക്കുകയില്ല കർത്താവേ. ഹല്ലേലൂയ, നീ ഈ ജനത്തിന്റെ ഇടയിൽ വരുന്നില്ലയോ, ഒരു സ്റ്റെപ്പ് പോലും ഞാൻ മുൻപോട്ട് വെക്കുകയില്ല. But സ്തോത്രം. Moses told to God, God, you have to bless these people. If you do not bless these people, I will no longer be able to. ഹല്ലേലൂയ. പിന്നീട് താൻ പറയുകയാണ്, ഈ ജനം ഹല്ലേലൂയ അശുദ്ധരാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, അതുകൊണ്ട് ഈ ജനത്തെ എല്ലാം ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു. Once God told to Moses like this, these people are unholy, I'm going to kill them all. എന്നാൽ ഈ മോശ എന്താണ് ചെയ്തത്? പർവ്വതത്തിൽ കയറി നെടുമ്പാട് വീണ് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ ജനത്തെ നീ കൊന്നുകളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനത്തിന് വേണ്ടി നെടുമ്പാട് വീണ് കരയുന്ന ഒരു ഭക്തനെയാണ് അവിടെ കാണുവാനിടയെത്തിയിരുന്നത്. In that time, Moses interceded for that people. ആമേൻ. ഹല്ലേലൂയ. പിന്നീട് നാം മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ ഹല്ലേലൂയ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പറയുകയാണ്, ദൈവമേ സ്തോത്രം, നീ വാഗ്ദത്തം ചെയ്തല്ലോ കനാനിൽ കൊണ്ടുപോകാമെന്നും വാഗ്ദത്തം ദേശം നൽകാമെന്നും അവകാശം നൽകാമെന്നും നീ പറഞ്ഞത് ഈ ജാതികളോടല്ല, അല്ലെങ്കിൽ ഈ തലമുറകളോടല്ല, ഇവരുടെ പിതാക്കന്മാരോടാണ്. അതുകൊണ്ട് ഹല്ലേലൂയ നീ എന്ത് ചെയ്യണം? ഇവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞത് ഹല്ലേലൂയ അത് തെറ്റായിപ്പോയി എന്ന് ദൈവത്തോട് പറയുകയാണ്. And Moses is telling to God, God, you have promised their forefathers that you will make them inherit the promised land. നീ പറഞ്ഞല്ലോ ഈ ജനത്തെ എല്ലാം ഞാൻ മരുഭൂമിയിൽ ഹാലിലെ കൊന്നുകളയുമെന്ന്, ആ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് ദൈവത്തോട് പറയുക. Moses is telling to God, God, what you have told is wrong because you have already promised their forefathers. നീ ഹാലിലെ പറഞ്ഞല്ലോ ജനത്തെ എല്ലാം കൊല്ലുമെന്ന് കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, യെസ് പറഞ്ഞു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അപ്പോൾ മോശ പറയുകയാണ്, അത് ഓർത്തൊന്ന് പശ്ചാത്തപിക്കണം. Praise the Lord. And then Moses is telling God, God, please forget and remember what you ദൈവത്തോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞ ഒരേ ഒരു വ്യക്തി അതാരാ? മോശ മാത്രമേ ഉള്ളൂ. Praise the Lord. Moses is the only person who told God to repent. ദൈവത്തോട് പറയുക, നീ അത് പറഞ്ഞല്ലോ, പറഞ്ഞു, അതോർത്തൊന്ന് പശ്ചാത്തപിക്കണമെന്ന്, അല്ലെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെടണമെന്ന്. Praise the Lord. Moses is the only one who told to God to change his heart. തിരുവചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ദൈവം അതോർത്ത് പശ്ചാത്തപിച്ചു, അനുതപിച്ചു. And then God relented in what he was about. ദൈവമായിട്ടുള്ള ബന്ധമാണ്, അതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ഞാനും നിങ്ങളും ജീവിക്കുന്നുവോ, നമ്മുടെ ഇടയിൽ അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. നമ്മോട് അവൻ സംസാരിക്കും, നാം പറയുന്നത് അവൻ അംഗീകരിക്കും. Praise the Lord. If you live a holy life, God will come with you, he will talk with you, and he will live with you. നമ്മെ വിളിച്ചത് എന്തിനാണ്? വിശുദ്ധിക്ക് വേണ്ടിയാണ്. We have been called for holiness. ഹല്ലേലൂയ. മൂന്നാമതായി 1 പത്രോസിന്റെ ലേഖനം 3:9 വാക്യം. 1 Peter chapter 3 verse 9. ആമേൻ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമതായി നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്തിനാണെന്ന് അറിയാമോ ദൈവമക്കളെ? നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. Praise the Lord. The third thing why we have been called is so we might all experience blessing. ആമേൻ. ഹല്ലേലൂയ. ചിലര് പ്രസംഗിക്കാറുണ്ട്, ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവദാസന്മാരെന്നും ദാരിദ്ര്യത്തിൽ കൂടെയും ഹല്ലേലൂയ കഷ്ടതയിൽ കൂടെയും ഇങ്ങനെ കഴിഞ്ഞു പോകണമെന്ന്. Praise the Lord. Some people preach that the men of God and the people of God should always live in poverty. പകൽവേളയിൽ ഞാനും ഹല്ലേലൂയ ദേവദാസനും ഹല്ലേലൂയ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഈ വിഷയം പറയുവാനായിട്ട് ഇടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് കഷ്ടതയിൽ ജീവിക്കുവാനോ ദാരിദ്ര്യത്തിൽ ജീവിക്കുവാനോ അല്ല ദൈവമക്കളെ വിളിച്ചത്. തിരുവചനം വിളിച്ചു പറയുന്നു, എന്നെയും നിങ്ങളെയും വിളിച്ചത് അനുഗ്രഹം പ്രാപിക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. Yes. God, the word of God says Hallelujah. that you and I, we have been called to enjoy blessing. അതുകൊണ്ട് ദൈവമക്കളെ എത്രയും അനുഗ്രഹം പ്രാപിക്കാമോ അത്രയും അനുഗ്രഹം പ്രാപിച്ചോണം. So therefore, people of God, as much blessings as you can എത്രയും receive, പണം സമ്പാദിക്കാമോ receive so അത്രയും much. പണം സമ്പാദിച്ചോളണം. As much you can earn that much. എന്നാൽ വ്യവസ്ഥ പ്രകാരം മാത്രമേ ആയിരിക്കാവൂ എന്ന് ഒരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. But you should only do it according to the will of ഈ God. വചനപ്രകാരം വ്യവസ്ഥ പ്രകാരം ഹല്ലേലൂയ എത്ര ധനം സമ്പാദിച്ചാലും അതിന് തെറ്റില്ല ദൈവമക്കളെ.
നമ്മെ വിളിച്ചത് അനുഗ്രഹം പ്രാപിക്കാനാ. പ്രൈസ് ദി ലോർഡ്. You have been called to Hallelujah. inherit blessing, so inherit it as much as you can. ഈ ഹല്ലേലൂയ ധനവാനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഹല്ലേലൂയ ദരിദ്രനായി ഈ ലോകത്തിൽ ഇറങ്ങി വന്നത് പൗലോസ് വിളിച്ചു പറയുന്നു, ദരിദ്രരായിരുന്ന നമ്മെ സമ്പന്നരാക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. Christ came into this world and experienced poverty so that we might be made rich in him. ഹല്ലേലൂയ. മൂന്നാമത് നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ? അനുഗ്രഹം പ്രാപിക്കുക. The third reason why we have been called is so that we might experience blessing. ഹല്ലേലൂയ. ആ വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരാൻ ദൈവമക്കളെ. കുറിവാക്യം 2 പത്രോസ് 1:10. Let's come back to the verse we first read, 1 Peter 1:10. 2 Peter. 2 Peter 1:10. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഹല്ലേലൂയ. അതിനോട് തൊട്ട് ഹല്ലേലൂയ താഴെ എഴുതിയിരിക്കുന്ന വേറൊരു ശബ്ദമാണ് തിരഞ്ഞെടുപ്പ്. പ്രൈസ് ദി ലോർഡ്. Another thing that is mentioned there is the election. നമ്മെ വിളിക്കുകയും അത് മാത്രമല്ല നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. Not only that we were Hallelujah. called, but we were also elected. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. The word of Praise God the says Lord. that many were called, but few were chosen. അപ്പോൾ എന്നെയും നിങ്ങളെയും വിളിക്കുക മാത്രമല്ല, ആ വിളിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് ഹല്ലേലൂയ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. You and I, we have not only been called, but we have also been elected. അവന്റെ സന്നിധിയിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. We have been elected in his presence. ആമേൻ. സ്തോത്രം. ഇനി മനുഷ്യന്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്തോത്രം. There's a big difference between the election of man and the election of God. മനുഷ്യന്റെ തിരഞ്ഞെടുപ്പാണെങ്കിൽ മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് എന്താ? എങ്ങനാ? How do men elect people? ഏറ്റവും ബെറ്ററായതും ഏറ്റവും ഹല്ലേലൂയ ലാഭകരമായതും ഏറ്റവും ഹല്ലേലൂയ പുതിയതും കാണാൻ കൊള്ളാവുന്നതും ഇങ്ങനെയൊക്കെയുള്ളതാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Men elect what is highly, what is noble, what is most qualified. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:26 വാക്യം മുതൽ 1 26 മുതൽ Corinthians chapter 1 verse 26 onwards. God's election is different than man's election. ആമേൻ. ആമേൻ. യെസ്. ദൈവം ലോകത്തിൽ ശ്രദ്ധിക്കണമേ, ദൈവം ലോകത്തിൽ ഭോഷത്വമായത് ബലഹീനമായത് നിന്നില്ല, പിന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്കുകള് ദൈവമക്കളെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ ഭയങ്കര വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാള ഭാഷയിൽ നിഘണ്ടുവിൽ ഇതിൽ താഴെ ഒരു വാക്കില്ല. നികൃഷ്ടമായത്, കുലഹീനമായത്, ബലഹീനമായത്, ഹല്ലേലൂയ ഏതുമില്ലാത്തത്, ഇതിനെയാണ് ദൈവം, ഇങ്ങനെയുള്ളതിനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. God chose the weak, the foolish, and the base things of this world. Nothing lower could go than that. നമ്മുടെ യോഗ്യത എന്താണെന്ന് അറിയാമോ? You know what our qualifications are? കുലഹീനം, We were weak, നികൃഷ്ടം, we were foolish, ഏതുമില്ലാത്തത്. we were base, we did not have anything. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ യോഗ്യതയായിരുന്നു നമ്മിൽ ഉണ്ടായിരുന്നത്, ഈ ക്വാളിഫിക്കേഷൻ ആയിരുന്നു നമ്മളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവമോ ഹല്ലേലൂയ അങ്ങനെയുള്ളതിനെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. These were the qualifications that we had, but God chose us with these things. അപ്പൊ അങ്ങനെ നമ്മെ ഒരു യോഗ്യതയുമില്ലാതെ തെരഞ്ഞെടുത്തതിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ദൈവമക്കളെ. Even when we were with so less qualified, God still had a plan for choosing us. 15:16. John 15:16. ആമേൻ. നമ്മെ തിരഞ്ഞെടുത്തതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. യോഹന്നാൻ 15:16. There is a reason why God has called us and he has elected us. ആമേൻ. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. I have chosen you. നിങ്ങൾ പോയി that you may ഫലം go കായ്ക്കേണ്ടതിന്. and that you may ദൈവമക്കളെ, bear fruit. ഞാനും നിങ്ങളും ദൈവത്തിന് ഫലം കായ്ക്കുവാനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. Praise Dear the Lord. people of God, you and Hallelujah. I, we have been chosen so that we might go and bear fruit. ഹല്ലേലൂയ. എത്ര നാളായി ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എന്തെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന് നാം ഹല്ലേലൂയ ഫലം
കൊടുക്കുന്നുണ്ടോ? സ്തോത്രം. God has chosen us for so long. Have we given anything back to നമ്മിൽ God? അവൻ നോക്കുമ്പോൾ ഹല്ലേലൂയ എന്തെങ്കിലും ഫലം നമ്മളിൽ ഉണ്ടോ ദൈവമക്കളെ? Do we ഹല്ലേലൂയ. have any fruits in our lives? ആത്മീയ ഫലം എന്തെങ്കിലും ദൈവത്തിന് നാം ഹല്ലേലൂയ കൊടുക്കുന്നുണ്ടോ? Are സ്തോത്രം. we able to give any spiritual fruits to God? ഹല്ലേലൂയ. ഫലമില്ലാതെ അവൻ നമ്മെ കാണുവാനിടയായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. Never come to a situation where God finds ദൈവത്തിന് നാം no ഫലം fruits in us. പുറപ്പെടുവിക്കുന്നവരായി തീരണം. We should be ഹല്ലേലൂയ. people who bear fruits for God. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോവുകയാണ്. Let me go forward. ഹല്ലേലൂയ. രണ്ടാമതായി ഹല്ലേലൂയ നമ്മെ തിരഞ്ഞെടുത്തത് 1 പത്രോസ് 2:9. The second reason why he elected us, 1 Peter 2:9. ആമേൻ. യാ. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഹല്ലേലൂയ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. രണ്ടാമതായി നമ്മെ തിരഞ്ഞെടുത്തത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് ദൈവമക്കളെ. പ്രൈസ് ദി The ലോർഡ്. second reason Yes. why you have been elected is so that you might declare his good things to everyone. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്വഭാവം, ഈ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ യോഗ്യത, ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ, അവന്റെ നല്ല ഗുണങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനാണ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. God has chosen Yes. you and me so that we might preach this good nature of God to everyone else. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും ഹല്ലേലൂയ നമുക്ക് ലഭിക്കുന്ന ആമേൻ പണം, നമുക്ക് ലഭിക്കുന്ന അവസരം, നമുക്ക് ലഭിക്കുന്ന ഹല്ലേലൂയ സാഹചര്യം, ഇതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിത്തീരണം. കർത്താവിനെ കുറിച്ച് പറയുവാൻ ഇടയായിത്തീരുമാറാകണം. പ്രൈസ് ദി We must ലോർഡ്. be able to use everything that God has given us back for his ministry. ദൈവമക്കളെ, നാം ഈ ലോകത്തില് ഹല്ലേലൂയ ഒത്തിരി വർഷം ജീവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. Dear people of God, we are not going to live a long life in this ഈ world. ലോക ജീവിതം കഴിയുമ്പോൾ നമുക്ക് വേറൊരു സ്റ്റേജിലേക്ക്, വേറൊരു അവസ്ഥയിലേക്ക് നാം കടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അനന്ത നിത്യത. പ്രൈസ് ദി ലോർഡ്. After this life ends, we are going to enter into the eternal life. അവിടെ കടന്നു ചെല്ലുമ്പോൾ എന്നോടും നിങ്ങളോടും പിതാവ് ഒരു ചോദ്യം ചോദിക്കും. മകനെ, മകളെ, എന്തെങ്കിലും നീ കൊണ്ടുവന്നിട്ടുണ്ടോ എന്റെ മുൻപിൽ അർപ്പിക്കുവാൻ? പ്രൈസ് ദി ലോർഡ്. There the Father will ask, dear son, dear daughter, do you have anything to present to me? ഹല്ലേലൂയ. നമ്മുടെ വീടോ, നമ്മുടെ പണമോ, നമ്മുടെ കാറോ, നമ്മുടെ വസ്തുവകളോ ഒന്നും ഹല്ലേലൂയ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുമില്ല. അവിടെ കടന്നു ചെല്ലുമ്പോൾ അതൊന്നും കർത്താവ് ചോദിക്കത്തുമില്ല. പിന്നെ ചോദിക്കുന്നത് ഹല്ലേലൂയ, നിന്നെ ഹല്ലേലൂയ ഈ ദേശത്ത് അല്ലെങ്കിൽ ഹല്ലേലൂയ ഇന്ന സ്ഥലത്ത് 50 വർഷം നിന്നെ ഞാൻ അവിടെ ഹല്ലേലൂയ നിർത്തി, 100 വർഷം നിർത്തി, ഒരാത്മാവിനെയെങ്കിലും നേടിയോ എന്നായിരിക്കും കർത്താവ് എന്നോട് നിങ്ങളോടും ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Dear God will ask us, have you been able to capture at least one soul in the time that you were given? ദൈവമക്കളെ, നമുക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, Dear people, ഒരാളെയെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ. പ്രൈസ് ദി ലോർഡ്. How much desire do you have to find at least somebody else for the kingdom of God, to Namma- preach the gospel to at least one person? നമ്മുടെ ജീവിത ഹല്ലേലൂയ ആമേൻ അനുഭവങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഒരു വ്യക്തിയെയെങ്കിലും കർത്താവിന് വേണ്ടി നേടുവാൻ ഇടയായി തീരുമാറാകണം. We should be able to at least find one person and help them to inherit the kingdom of God. ദൂതന്മാര് സോദോമിൽ കടന്നു ചെന്നിട്ട് ലോത്തിനെ വിളിച്ചിറക്കിയിട്ട് ചോദിച്ചു, ലോത്തേ, നിനക്കിവിടെ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. The angels went down into Sodom and they asked Lot, Lot, do you have anybody else in this city? നിനക്കിവിടെ ആരെങ്കിലും ഉണ്ടോ? Lot, do you have anyone else in this city? നിനക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ വലിയൊരു ലിസ്റ്റ് ഹല്ലേലൂയ ഹല്ലേലൂയ സോദോമില് അവൻ ഹല്ലേലൂയ ലോത്ത് കാണിക്കുമായിരുന്നു. എനിക്ക് 1000 ഒട്ടകമുണ്ട്, 100 ഹല്ലേലൂയ കഴുതയുണ്ട്, 5000 ആടുണ്ട്, കോടിയുണ്ട്, ഹല്ലേലൂയ കുതിരയുണ്ട്. ഇതൊക്കെ വലിയൊരു ലിസ്റ്റ് ഹല്ലേലൂയ ദൂതന്മാരുടെ മുമ്പിൽ വെക്കുമായിരുന്നു. എന്നാൽ എന്തുണ്ടെന്ന് ചോദിച്ചില്ല, നിനക്കിവിടെ ആരുണ്ടെന്നാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. The angels did not ask Lot, Lot, do you have anything here? Instead, the angels asked, do you have anyone here? ലോത്തേ, വർഷങ്ങളായല്ലോ ഹല്ലേലൂയ ഈ സോദോമിൽ വന്ന് പാർക്കുന്നു, നീ ഒരുവനെയെങ്കിലും നേടിയിട്ടുണ്ടോ? സ്തോത്രം. Lot, you have been living in this Sodom for a long time. Have you been able to redeem at അവൻ least one? കൈമലർത്തി, ഒന്നുമില്ല, ആരുമില്ല. സ്തോത്രം. He opened his hands and he said, look, I don't have anyone. ഈ അവസ്ഥ നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകല്ലേ ദൈവമക്കളെ? Dear people of God, when we reach eternity, this Amen. situation must not happen to നമുക്ക് ഈ us. ലോകത്തില് ഹല്ലേലൂയ കൊണ്ടുപോകാനുള്ള ഒരേ ഒരു ഹല്ലേലൂയ സാധനം അത് ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കി, അതിന്റെ വില മനസ്സിലാക്കി, ഈ കർത്താവിന്റെ വേലയുടെ മഹത്വം മനസ്സിലാക്കി, അതിനുവേണ്ടി ഹല്ലേലൂയ നാം പരിശ്രമിക്കുവാനും ആഗ്രഹിക്കുവാനും ഉത്സാഹിക്കുവാനും അതിനുവേണ്ടി ഇറങ്ങുവാനും നാം ഉത്സാഹിതരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
We must move forward with enthusiasm so that we might preach the gospel and bring people to the kingdom of നമുക്ക് God. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹല്ലേലൂയ സംഘടനയാണല്ലോ സാൽവേഷൻ ആർമി. We all know about Salvation Army. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തില് ഹല്ലേലൂയ ഉടലെടുത്ത ഒരു സംഘടനയാണ് സാൽവേഷൻ ആർമി. Salvation Army came into existence after the Second World War. ലോകമെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ആ സംഘടന ഹല്ലേലൂയ ലണ്ടൻ പട്ടണത്തിൽ അവരുടെ പ്രസ്ഥാനം വളരെ ശക്തമായി ഹല്ലേലൂയ പിടിച്ചു കുലുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. In London, they started and they expanded to the rest of the world. അതിന്റെ സ്ഥാപകൻ ഒരു ആർമി ഓഫീസറായ വില്യം ബൂത്ത് എന്നൊരു ഭക്തനായ വ്യക്തിയായിരുന്നു. The founder of it was an army officer named William Booth. ആ പട്ടണത്തില് ഹല്ലേലൂയ സാധുവായ ഇവരുടെ പ്രവർത്തനം വളരെ ശക്തമായി അവിടെ നടക്കുമ്പോൾ ആ പട്ടണത്തിൽ സാധുവായ ഒരു നീഗ്രോ, അവന്റെ പേര് ശാമുവേൽ ബ്രിംഗ്ലർ എന്നായിരുന്നു. And that time when this organization was spreading across Europe, there was a small Negro colored brother in London. His name was Samuel അവന് ശാമുവേൽ Brinkler. അവന് വലിയൊരു ആഗ്രഹം കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. His biggest desire was to do the work of God. അപ്പോൾ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. And he started to pray in the presence ദൈവം of അവനോട് God. പറഞ്ഞു, നീ പോയി വില്യം ബൂത്തിനോട് ചോദിക്കാൻ പറഞ്ഞു. And then he asked him, you go and ask William Booth. ഇവൻ ഓടി വില്യം ബൂത്തിന് അടുത്ത് ചെന്നു, സാർ, എനിക്ക് സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ വലിയ ആഗ്രഹമാണ്, എന്നെ നിങ്ങളുടെ പ്രസ്ഥാനത്തോടെ ചേർക്കുമോ എന്ന് ചോദിച്ചു. And he asked William Booth, I want to do the ministry. Can you accept me into your ministry? എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എന്റെ പേര് ശാമുവേൽ ബ്രിംഗ്ലർ. നീ എന്തോ പഠിച്ചിട്ടുണ്ട്? സാറ്, ഞാൻ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല. നിനക്ക് എന്നാ അറിയാം? എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. നീ പോടാന്ന് പറഞ്ഞു, എനിക്ക് പണിയുണ്ടാക്കാതെ നീ പോയി. ഞാൻ ഒത്തിരി തിരക്കുള്ള മനുഷ്യനാണ്, എനിക്ക് നിന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു. And at that time, William Booth said, what education do you have? Have you done anything? And all of these questions, the man said, look, I don't know anything. And then William Booth said, you can go your way. I'm a very ഇവൻ busy man. നിരാശയോടെ മടങ്ങി അവന്റെ വീട്ടിലേക്ക് പോയി വീണ്ടും ദൈവസന്നിധിയിലിരുന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനിടയിൽ തീർന്നു. He went back home disappointed and he began to pray again. ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ വീണ്ടും അവൻ പ്രാർത്ഥിക്കുകയാണ്. And he's praying with a big desire to do the work of God. പിന്നെ ദൈവം പറഞ്ഞു, നീ പോയി വില്യം ബൂത്തിനോട് ചോദിക്കാൻ പറഞ്ഞു. And again God told him, go and ask William Booth. ഹല്ലേലൂയ പിന്നെയും പോയി വില്യം ബൂത്തിനോട് ചോദിച്ചു, സാർ, സുവിശേഷ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പങ്ക് എനിക്ക് തരുമോ? എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, അങ്ങ് എന്ത് തന്നാലും ഞാനത് ചെയ്യുവാൻ ഒരുക്കമാണ്. സ്തോത്രം. And he asked William Booth again, look, I want to do the ministry, I want to work for the gospel. If you give me anything to do, I will do it. ശല്യമായല്ലോ, പല പ്രാവശ്യം വന്ന് ചോദിക്കുന്നു. അവസാനം പറഞ്ഞു, ഓക്കെ, ഞാൻ നിനക്കൊരു ജോലി തരാം. And then William Booth said, look, this is becoming a trouble for me, but I will give you something to do. എന്നാൽ കണ്ടീഷൻ ഇതാണ്, ഞാൻ നിനക്ക് ശമ്പളം തരികയില്ല. But the condition is this, I will not pay you any പിന്നെ wages. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കാം. There's canteen here. After everybody has done eating, you can also eat something. സമ്മതമാണോ? അദ്ദേഹം he പറഞ്ഞു, യെസ് സാർ, സമ്മതമാ. ആമേൻ. And William Booth asked, do you agree? He said yes. ഹല്ലേലൂയ. ജോലി എന്താ? ഇവിടെ വരുന്ന സുവിശേഷകന്മാരുടെ ഓഫീസറുടെ ഷൂ പോളിഷ് ചെയ്യണം, അതാണ് ജോലി. ചെയ്യാമോ? അദ്ദേഹം പറഞ്ഞു, ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. And he said, what is the job? He said the job is you have to polish the shoes of the evangelists that come here. അവനെ ഒരു റൂമിൽ കയറ്റി കതകടച്ചിട്ട് വില്യം ബൂത്ത് കടന്നുപോയി. സ്തോത്രം. William Booth put him in a room, closed the door, and he went away. അവൻ ഓരോ ഷൂ എടുത്ത് ഹാലിൽ ചുംബിച്ചിട്ട് പോളിഷ് ചെയ്യുവാൻ ആരംഭിച്ചു. അവൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, ഈ ഹാലിൽ അന്ത്യനൂറ്റാണ്ടില് വിശുദ്ധന്മാര് ധരിക്കുന്ന ഷൂ എങ്കിലും പോളിഷ് ചെയ്യുവാനുള്ള ഒരു ഹാലിലെ ജോലി എനിക്ക് ലഭിച്ചല്ലോ എന്നുള്ള സംതൃപ്തിയോടുകൂടി അവൻ ആ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. And he started polishing that shoe, believing that, look, in this last time, God has given me the privilege to polish the shoes of those evangelists. നാളുകൾ കഴിഞ്ഞു ദൈവമക്കളെ, വർഷങ്ങൾക്ക് നീണ്ടുപോയി. ഹല്ലേലൂയ. Many years passed away. നീണ്ട 16 വർഷമായി. After 16 long years, ലോകം അവനെ അറിഞ്ഞിരുന്നില്ല. the world did not know him. ഹല്ലേലൂയ. സൂര്യ വെളിച്ചം അവൻ ശരിക്ക് കണ്ടിട്ട് നാളുകളായി. It's been a long time since he has അവനെ seen the ഏൽപ്പിച്ച sun. വേല വിശ്വസ്തയോടെ അവിടെ ഇരുന്ന് അവൻ ചെയ്യുകയാണ്. And he's faithfully doing the work which was given to him. ഒരിക്കൽ വില്യം ബൂത്ത് ലണ്ടൻ പട്ടണത്തിൽ ഒരു വലിയ ക്രൂസേഡ് ക്രമീകരിച്ചു. Once William Booth had a big crusade in London. 2 ദിവസം ശക്തമായ ലോകപ്രസിദ്ധരായ സുവിശേഷ പ്രസംഗികര് വന്ന് പ്രസംഗിച്ചു, ആ പട്ടണത്തെ ഇളക്കി. പ്രൈസ് ദി ലോർഡ്. And 2 great ministers of the word of God, they came and preached in those crusades. 3-ാമത്തെ ദിവസം തനിക്ക് പെട്ടെന്ന് ഒരു ടെലിഗ്രാം ലഭിച്ചു. അതിൽ ഉൾക്കൊണ്ടിരുന്ന മെസ്സേജ് ഇതാണ്, ഇന്ന് പ്രസംഗിക്കേണ്ട വ്യക്തി കടന്നു വരികയില്ല, സമയത്തെത്തുകയില്ല.
On the third day, he got a letter like this, that the person who is supposed to come today will not come ഈ today. ടെലിഗ്രാം കിട്ടിക്കഴിഞ്ഞ് തന്നെ ഹാലലിയ വലിയ ടെൻഷനായി. ദൈവമേ, അവൻ ഓടി ചാപ്പലിൽ ഓടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാനിടയിൽ തീർന്നു. കർത്താവേ, ഇന്ന് ഹാലിൽ അവസാന ക്രൂസേഡിന്റെ അവസാന ദിവസമാണ്. ഇന്ന് ലക്ഷങ്ങൾ പട്ടണത്തിൽ തടിച്ചുകൂടുന്ന അവസാനത്തെ മീറ്റിംഗ് ആണ്. ഈ അന്ത്യസമയത്ത് ഞാൻ ആരെയാണ് പ്രസംഗിക്കുവാൻ വിളിക്കുന്നത്? And at the last minute, William Booth was so confused, and he started to go to his prayer room and cry, God, in this last moment, who am I going to prepare to preach to so many അവൻ people that വളരെ are coming? ഭാരത്തോടെ ആ ചാപ്പലിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. And with a great broken heart, he's praying to God. കർത്താവ് പറഞ്ഞു, വില്യം ബൂത്ത് പ്രസംഗിക്കാനുള്ള ആൾ എവിടെയുണ്ട്? Praise the Lord. But God told William Booth, the person who has to preach is already അവൻ here. ചോദിച്ചു, ആരാണ് കർത്താവേ? ഞാനാണോ? കർത്താവ് പറഞ്ഞു, അല്ല, നീയല്ല. ഞാനല്ലാതെ ഇവിടെ ആരാ പ്രസംഗിക്കാനുള്ളത്? And he asked God, who is it? Is it me? God said, no, it's not you. യെസ്, ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് പ്രസംഗിക്കേണ്ട വ്യക്തിയെ. Praise the Lord. And God said, look, I have found the person who needs to preach കർത്താവ് today. ഹാലുല പറഞ്ഞില്ല അവനോട് ആരാണെന്ന്. അവൻ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമയം ഹാലുല 4 മണിയായി, 5 മണിയായി, 6 മണിയാകുന്നു. അല്പ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഹാലുലിയ മീറ്റിംഗ് തുടങ്ങേണ്ടതാണ്. അവൻ പിന്നെയും കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. It's been 4 o'clock, it's been 5 o'clock, it's coming closer to the meeting, and he's crying and praying, and God is not answering. അവൻ പറഞ്ഞു, കർത്താവേ, ആരാണെന്നൊന്നും പറ, അവന്റെ പേരൊന്ന് പറ. Praise the Lord. And he told God, please just give me his name. കർത്താവ് പറഞ്ഞു, എടാ, ഹാലിലെ 16 വർഷം ആ ഇരുണ്ട റൂമില് ഹാലലിയ സൂര്യ വെളിച്ചം കാണാതെ ലോക മനുഷ്യരറിയാതെ നിന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ശാമുവേൽ ബ്രിംഗ്ലർ ഉണ്ടല്ലോ, അവനാണ് ഇന്ന് പ്രസംഗിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. And God told William Booth like this, for the past 16 years there's a man who you also have forgotten, and he is polishing people's shoe. He's the one who is going to preach today. കർത്താവേ, നീ എന്തോ മണ്ടത്തിനാ പറയുന്നത്? ഹാലലിയ ബൈബിൾ അറിയാത്തവൻ, പ്രസംഗിക്കുവാൻ അറിയാത്തവൻ, വിദ്യാഭ്യാസമില്ലാത്തവന് ഹാലലിയ ഈ നീഗ്രോ ഇവനാണോ പ്രസംഗിക്കേണ്ടത്? ദൈവമേ, നീ എന്തോ മണ്ടത്തിനാ പറയുന്നത്? കർത്താവ് പറഞ്ഞു, യെസ്, അവനാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. William Booth began to question God and say, God, this person, he does not have education, he knows nothing about the Bible, how is he going to preach? അവസാനം വില്യം ബൂത്ത് പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ ഞാൻ അവനോട് പോയി ചോദിക്കും. ഹാലല് ചോദിക്കുന്ന യെസ് പറയുകയാണെങ്കിൽ ഓക്കെ, ഞാൻ റെഡി. എന്നാൽ എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഒഴിയുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൻ കാർ എടുത്ത് ഓടി അവന്റെ റൂമിൽ ചെന്ന് മുട്ടി. And this person, William Booth, he went to his place and he said to God, if he says yes, I'm okay with it, but if he says no, I'm going to not bother with മുടി it. വളർത്തി, താടി വളർത്തി, ഹാലേലിയ, മെലിഞ്ഞു വളഞ്ഞ ഹാലേലിയ ആ ശാമുവേൽ ബ്രിംഗ്ലർ കതവ് തുറന്ന് വെളിയിൽ വന്നു. And he knocked on the door of this person, and Samuel Brinkler, he opened the door. He became lean, he had a big beard, and he had hair. വില്യം ബൂത്തിന്റെ മുഖത്ത് നോക്കിയപ്പോൾ വിഷാദിച്ചിരിക്കുന്നു. ചോദിച്ചു, സാർ എന്തു പറ്റി? സാറിന്റെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുന്നല്ലോ. അപ്പോൾ വില്യം ബൂത്ത് പറഞ്ഞു, ശമൂവേൽ, ഇന്ന് പ്രസംഗിക്കേണ്ട വ്യക്തി വരികയില്ല, നീയാണ് പ്രസംഗിക്കേണ്ടത്, നിനക്ക് പ്രസംഗിക്കാമോ? അദ്ദേഹം പറഞ്ഞു, യെസ്, ഞാൻ പ്രസംഗിക്കാം. Hallelujah. And William Booth, when he saw William Booth distressed, he asked him, sir, what is the problem? Then William Booth told him, look, today the preacher who is supposed to preach, he hasn't come. You have to preach. Can you do it? And Samuel answered yes. വില്യം ബൂത്ത് ലജ്ജിച്ചു പോയി ദൈവമക്കളെ. ഹല്ലേലൂയ. William Booth was ashamed. ആമേൻ. പെട്ടെന്ന് അവനെ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടി ക്ലീൻ ഷേവൊക്കെ ചെയ്യിച്ചു. ഹാലല് നോക്കിയപ്പോൾ നല്ല പാൻറ്റില്ല ഇടാനായിട്ട്. വില്യം ബൂത്തിന്റെ പഴയ ഒരു പാൻറ് എടുത്തിട്ടപ്പോൾ അത് ഊരിപ്പോവാ. പിന്നെ ഒരു ബെൽറ്റൊക്കെ വെച്ച് വള്ളിയൊക്കെ വെച്ച് കെട്ടി നോക്കിയപ്പോൾ പിന്നെ കോട്ട് വേണമല്ലോ. ഹാലല വില്യം ബൂത്തിന്റെ പഴയ ഒരു കോട്ട് എടുത്തിട്ടപ്പോൾ അത് മുട്ടിന്റെ താഴെ വരെ ഉണ്ട്. സ്തോത്രം. പിന്നെ അത് വളച്ച് കെട്ടി ഏതായാലും ഹാലൽ അവനെ ഒരുക്കി ക്രൂസൈഡിൽ പ്രസംഗിക്കാൻ കൊണ്ടുപോവുകയാണ്. William Booth took him to the barber, had his hair cut, shaved him, put on new clothes for him, and then presented him onto that stage. ഹാലല സ്റ്റേജിൽ കയറ്റി മൈക്ക് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് വില്യം ബൂത്ത് ആ ഹാലല ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പുറകിലുള്ള ഒരു റൂമിൽ പോയി ഹാലലിയ ഒളിച്ചിരുന്നു. കാരണം അവൻ അറിയാമായിരുന്നു ഇന്നാകെ കുഴയും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഹാലലിയ ഈ ആമേൻ പരിപാടിയെല്ലാം തകരാറിലാകും. ഹാലലിയ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അവൻ ഏറ്റവും വായിക്കലുള്ള റൂമിൽ പോയി ഹാലലിയ അവിടെ കഥകടച്ചിരുന്നു. William Booth, he put this man Samuel onto the stage, and he went into the back and hid himself in a room fearing shame. ഹാലലിയ. ഈ ശമൂവേൽ ബ്രിംഗ്ലർ
ഹല്ലേലൂയ മൈക്കുമായി മുന്നോട്ട് വന്ന് പ്രൈസ് ദി ലോർഡ് എന്നൊരു ശബ്ദം പറഞ്ഞു. Samuel Brinkler took the mic, he went forward and he said, praise the Lord. ജനങ്ങളെല്ലാം പ്രതിധ്വനിച്ചു പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. And ഹല്ലേലൂയ. all the people in the audience, they also പിന്നീട് resounded, പറഞ്ഞു, praise the എന്നെ Lord. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു ദൈവമക്കളെ. ഹല്ലേലൂയ. And he began to shout through that microphone, I am able to do all things through him who strengthens me. തുടർന്നുള്ള ഹല്ലേലൂയ ശബ്ദങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായിരുന്നു. പരിശുദ്ധാത്മാവ് അവനിലൂടെ പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ജനങ്ങളെല്ലാം നെഞ്ചത്തടിച്ച് കരയുകയാണ്, പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. ഹല്ലേലൂയ. ഇടയ്ക്ക് വില്യം ബൂത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ, പുറയിൽ നിന്ന് നോക്കിയപ്പോൾ കസാരയെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. അവൻ ചിന്തിച്ചു, ഇവന്റെ പ്രസംഗം ഇഷ്ടമില്ലാഞ്ഞ് ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി, അയ്യോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവൻ ഓടി. ഹല്ലേലൂയ. ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച, ജനങ്ങളെല്ലാം കസാരയിൽ നിന്ന് എഴുന്നേറ്റ് നിലത്ത് വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അനുദപിക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. After his first word, the Holy Spirit took over and the people all left their chairs and began to come to the front and started to weep. And then William Booth came and he saw all these things happen. ഹല്ലേലൂയ. വില്യം ബൂത്ത് വലിയൊരു ഭക്തനായിരുന്നു. അവൻ ഓടി സ്റ്റേജിലേക്ക് ഓടി ശമൂവേൽ ബ്രിങ്കലിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ ഷൂവേൽ ചുംബിച്ചിട്ട് പറഞ്ഞു, അങ്ങാരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, എന്നോട് ക്ഷമിക്കുമാറാകണം. And William Booth, when he saw this, he went on to the stage, hugged Samuel Brinkler's feet and he kissed his feet and he said, forgive me, I did not know who you were. വില്യം ബൂത്തിന് ശേഷം ആ വലിയ പ്രസ്ഥാനത്തെ നയിച്ചത് ഈ സാധുവായ ശമൂവേൽ ബ്രിങ്കലാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. After William Booth, it was this Samuel Brinkler who went on and led that ഹല്ലേലൂയ. നമുക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. പ്രൈസ് ദി ലോർഡ്. How much desire do we have to do the work of God? നാം എത്ര പേർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? How many of us desire that truly? ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ദേശത്ത്, നമ്മൾ പാർക്കുന്ന ഈ ഇടത്ത് ദൈവമക്കളെ എത്രയോ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കുറിച്ചുള്ള ഒരു ഭാരം നമുക്കുണ്ടോ? How many people are perishing around us? Do we have a burden for them? കർത്താവേ, എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടോ? Do we have the desire to say to God, God, I want to do something for you? എല്ലാത്തിന്റെയും അന്ത്യം ഹല്ലേലൂയ കടന്നു വന്നിരിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഹല്ലേലൂയ അവസാനിക്കുന്നതിന് മുന്നമേ ഹല്ലേലൂയ എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിന് നാം ആഗ്രഹിക്കുക, ഉത്സാഹിക്കുക, പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. May God encourage us and may we have that enthusiasm to do something for the kingdom of God. നമുക്ക് തരുന്ന അവസരങ്ങൾ, നമുക്ക് തരുന്ന ഹല്ലേലൂയ പണം, നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം, ഇതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നാം ഉപയോഗിക്കുക. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറ, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. അതിന് വില കൊടുക്കേണ്ടി വന്നാലും, കഷ്ടം സഹിക്കേണ്ടി വന്നാലും, നിന്ന സഹിക്കേണ്ടി വന്നാലും, അതിനുവേണ്ടി ഉപദ്രവം ഏൽക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, അതിന് ഹല്ലേലൂയ നാം എന്ത് ഹല്ലേലൂയ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും നാം അതിനുവേണ്ടി ഉത്സാഹിക്കുക ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. Be encouraged to do whatever it is, whatever the price may be encouraged to pay it for the sake of the gospel. നമ്മെ വിളിച്ചത്, നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? What is the reason why we were called? Why were we elected? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയിൽ Let us surrender ourselves before the presence of God. ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് വേണ്ടി ആമേൻ ഇതുവരെയും എൻ്റെ അവസരങ്ങൾ, എൻ്റെ ഹല്ലേലൂയ ആമേൻ സമയങ്ങൾ, ദൈവമേ അവസരങ്ങൾ ഒന്നും ഞാൻ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിട്ടില്ല. എന്നാൽ കർത്താവേ, തുടർന്നുള്ള ഹല്ലേലൂയ ദിനങ്ങളിൽ നീ എനിക്ക് ആയുസ്സ് തരുന്നുവെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ചിലത് ചെയ്യുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഹല്ലേലൂയ നീ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട് ദൈവമക്കളെ? എത്ര പേർ അതിനുവേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേർ ഇന്ന് രാത്രി അതിനുവേണ്ടി തീരുമാനമെടുക്കും? പ്രൈസ് ദി ലോർഡ്. How many of you are willing to say, God, till now I haven't been able to do much, but from now on I am willing, Father, give me an opportunity to do something for you. കർത്താവേ, ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നമേ നീ എനിക്ക് ആയുസ്സ് തന്നാൽ ഒരാത്മാവിനെ ഞാൻ നേടും എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? How many of you are willing to say, before this year ends, if you give me time, O Lord, I want to capture at least one soul for the kingdom of ഹല്ലേലൂയ. God. എന്റെ വിശുദ്ധ ജീവിതം കൊണ്ട്, എന്റെ പ്രാർത്ഥന കൊണ്ട്, എന്റെ സഹായം കൊണ്ട്, എന്റെ ഹല്ലേലൂയ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുന്നത് മുഖാന്തരം ഒരു വ്യക്തിയെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി കൊണ്ടുവരും. ഹല്ലേലൂയ. How many നേടും. of you are willing to say, God, I will earn at least one soul for the kingdom of God? ഇന്ന് രാത്രിയിൽ കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചത് അതിനാണ് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. People of God, this is the reason why God has called us. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം എന്ത് സമ്പാദിച്ചാലും എന്ത് നേടിയാലും അത് നിത്യതയിൽ കൊണ്ടുപോകാൻ പറ്റുകയില്ല. നാം നേടുന്ന ആത്മാവിനെ മാത്രമേ നമ്മോടുകൂടെ നിത്യതയിൽ എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. Dear people, whatever we earn in this world, we can't take it to eternity with us. But the souls that we win for Jesus,
Jesus, they will come with us in വലിയ eternity. പ്രതിഫലമാണ് ഒരു ആത്മാവിനെ നേടുന്നതിൽ നമുക്ക് ലഭിക്കുന്നത്. Praise the Lord. We earn a big reward when we win souls for the kingdom of God. അത് നഷ്ടമാക്കി കളയരുത്. Don't lose that privilege. അത് നഷ്ടമാക്കി കളയരുത്. Don't lose that privilege. ഹല്ലേലൂയ. അതിന് പണം ചെലവാക്കേണ്ടി വന്നാൽ ചെലവാക്ക് ദൈവമക്കളെ. ആത്മാവ് വിടുവിച്ചാൽ അതിന്റെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. Praise the If Lord. you have to spend money, spend money. If you have to spend time, spend it, whatever it is, because the price of the soul is നിങ്ങൾ priceless. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ കാണിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം ആ വ്യക്തിയിൽ ക്രിയ ചെയ്യുവാനിടയായി തീരും. Fast and pray so that that person who you have seen might be saved, and God will work in their hearts. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറ. അതിന് മടിക്കേണ്ട ആവശ്യമില്ല. തല പോയെങ്കിൽ പോകട്ടെ. Praise the Lord. Hallelujah. Do not be ashamed to tell about Jesus to anybody else, even if you have to lose your head. ദൈവമക്കളെ, നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. I am ministering for the Lord in North India. Please pray for us. ആമേൻ. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ആണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഈ യേശുവിൻ്റെ വിളി ഹാലലേനിലും ഉണ്ടായി. ആമേൻ. ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. I was born in a Catholic family. At the age of 16, I had the privilege to meet with this Jesus. എൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹമായിരുന്നു ഒരു കത്തോലിക്ക പുരോഹിതനായി വിടുക എന്നുള്ളത്. എന്നാൽ ഹാലല സുവിശേഷ പ്രസംഗം കേട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിനുശേഷം കർത്താവ് തന്റെ വേലയ്ക്ക് എന്നെ വിളിച്ചു. ആമേൻ. But the people in my family, they wanted to make me a Catholic priest. But after meeting Jesus, I wanted to be a preacher of the gospel. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി. ദൈവവചനം കേരളത്തിൽ ചില വർഷം പഠിച്ചു. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാനുള്ള ഒരു വിളി ഉണ്ടാകുകയും 1986 നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. In 1986, after studying the gospel, I went into North India. ഹല്ലേലൂയ. ദൈവവചനം അവിടെയും ചില വർഷങ്ങൾ പഠിക്കുവാൻ കർത്താവ് അവസരം തന്നു. അതിനുശേഷം ഹല്ലേലൂയ 90 ഗ്രാജുവേറ്റ് ചെയ്തു. 90 മുതൽ ഡൽഹി, UP, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന ഈ സ്ഥലങ്ങളിലെല്ലാം പ്രവർത്തിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. From 1990 onwards, I've been moving in different places in Delhi, Haryana, Chhattisgarh, in UP, and all these places I've been doing the work of God. ഞങ്ങളിപ്പോൾ കുടുംബമായി ഇൻഡോറിൽ, മധ്യപ്രദേശ് ഇൻഡോറിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. Now we're currently living in Indore in Madhya Pradesh. We're doing the ministry there. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടെയുള്ള ലോക്കൽ ഹിന്ദിക്കാരുടെ ഇടയിലാണ്. We minister for God minister to the local Hindi people in that place. അവിടെയുള്ള ചർച്ചിൽ കടന്നു വരുന്നതും ലോക്കൽ ആൾക്കാരായ ഹിന്ദിക്കാരായ സാധാരണ ആൾക്കാരാണ്. It is ordinary people that come to the worship there. ഏതാണ്ട് ഹല്ലേലൂയ 35-40 പേരോളം ആരാധനയ്ക്ക് കടന്നു വരുന്നു. About 30 to 40 people come to the worship. ഹല്ലേലൂയ. അവിടെ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു ഹല്ലേലൂയ സ്ഥലമാണ് മധ്യപ്രദേശ്. Madhya Pradesh has many opposition. ഹല്ലേലൂയ. 4 ഗ്രൂപ്പ്, BJP, RSS, ബജരംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, ഈ 4 ഗ്രൂപ്പ് ക്രിസ്ത്യാനികൾക്കും ക്രിസ്തീയ പ്രവർത്തനത്തിനും ശക്തമായി അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്, എതിരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. 4 different groups are strongly against opposing the gospel. ആമേൻ. സുവിശേഷം പറയുവാൻ ഒരു സ്വാതന്ത്ര്യവും ഇൻഡോറിൽ ഇല്ല ദൈവമക്കളെ. There is no freedom to preach the gospel in Indore. പല സ്ഥലങ്ങളിലും പല ആരാധനാലയങ്ങളിലും ഇവരെ കടന്നുപോയി ആരാധന അലങ്കോലപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ദൈവദാസന്മാരെ മൃഗീയമായി മർദ്ദിക്കുകയും അവർക്കെതിരായി കേസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പല ദൈവദാസന്മാർ അവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. And these people go into different fellowships and they start beating people and give cases against the pastors. അവര് കൂടുതൽ വാച്ച് ചെയ്യുന്നത് ഹിന്ദി ഗ്രൂപ്പിനെയാണ്. മലയാളി ഗ്രൂപ്പിനെ അവർക്ക് അത്ര വലിയ പ്രശ്നമല്ല. ഹിന്ദി ഗ്രൂപ്പിനെയാണ് അവർ വാച്ച് ചെയ്യുന്നത്. ഞങ്ങളുടെ അവിടെ വരുന്നതെല്ലാം ഹിന്ദിക്കാരായതുകൊണ്ട് ഹല്ലേലൂയ അവര് ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. They watch only people who are, when the locals are being converted, they do not care much about the Malayalis. എന്നാൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് മുന്നേറുന്നു. പുതിയ പുതിയ ആത്മാക്കളെ കടന്നു വരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. But we are not worried about all these things. We are worshiping God and we're moving forward. പബ്ലിക്കായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം സീക്രട്ട് ആയിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. We do not do anything publicly. We are doing all the ministries in secret. എന്നാൽ സന്തോഷത്തിന്റെ വകയുള്ളത് വില്ലേജുകളിൽ ശക്തമായ വേല നടക്കുന്നു. ആമേൻ. But the good news is that the gospel is being preached with power in the villages. പുതിയ പുതിയ വില്ലേജുകളിൽ സഭകൾ ഇപ്പോഴും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. അവിടെ ആത്മാക്കള് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. New churches are starting in new villages. ആമേൻ. ഞങ്ങള്
ആമേൻ മാസത്തിൽ ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ വില്ലേജുകളിൽ 200, 150, 225 കിലോമീറ്റർ ദൂരെ കടന്നുപോയി അവരോടൊത്ത് താമസിച്ച് ഹാലല 2 ദിവസം 3 ദിവസം 1 ദിവസം ഒക്കെ താമസിച്ച് അവരോടൊത്ത് പ്രവർത്തിക്കുകയും പുതിയ വില്ലേജുകളിൽ വിസിറ്റ് ചെയ്യുകയും അവിടെ മീറ്റിങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്യുന്നു. ശക്തമായ വേല കാണുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. Praise the Lord. God has given me the privilege to see Hallelujah. great and mighty ministries happening in these villages. We sometimes go 200-300 kilometers away, stay in places and minister there for a few days. പകൽവേളയിൽ ഞാൻ കർത്താവിന്റെ ദാസനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ അവിടെ കടന്നു വന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കാണും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ അവിടുത്തെ വേലയോർത്ത് പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി The ലോർഡ്. man of God, I have invited him to come and see those ministries, but I ask you to pray for those ഞങ്ങളെയും ഓർത്ത് ministries. ദൈവജനം പ്രാർത്ഥിക്കുക. Please pray for us also. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഇന്നും കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ അവരായിരിക്കുകയാണ്. പ്രത്യേകാല എൻ്റെ വീട്ടിലെ എല്ലാവരെയും ഓർത്ത് നിങ്ങൾ ദയവായി പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. I am the only person who has known the Lord from my family. I also ask you to pray for my family members. എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനം ചെയ്തു. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത 2 പെൺകുഞ്ഞുങ്ങൾ കോളേജിലാണ്. ഇളയ മോള് +2 കയറി. പ്രത്യേകാല ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ത്യക്കാരുടെ ഇടയിലെ പ്രവർത്തനമായതുകൊണ്ട് കേരളത്തിലെ പോലെ അല്ല, നോർത്ത് ഇന്ത്യയിലെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഹാലിലെ പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഒരു മേഖലയാണ് നോർത്ത് ഇന്ത്യ. പ്രത്യേകാല അവിടെ ഞങ്ങൾ തളർന്നു പോകാതെ, ഞങ്ങൾ ഹാലില ക്ഷീണിച്ചു പോകാതെ ദൈവം ഞങ്ങളെ നടത്തേണ്ടതിനും കുഞ്ഞുങ്ങളുടെ പഠനം ഹാലിലെ കർത്താവ് മുൻപോട്ട് നടത്തേണ്ടതിനും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. സ്തോത്രം. I'm asking for your prayers for my children and their studies, and also for all the support that God can give us so that we might not fall when we stand there. എൻ്റെ പ്രാർത്ഥനയിലും നിശ്ചയമായും ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. I will also pray for you in my prayers. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ഹാലല്യ വീണ്ടും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ അവസരമൊരുക്കി തന്ന കർത്താവിൻ്റെ വലിയൊരു ദാസനോട് ഹാലല സഭയോട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്ന രാവിലെയും ആമീൻ വൈകിട്ടും ശുശ്രൂഷിപ്പാൻ അവസരം തന്നു. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും സഹായത്തിനും എല്ലാറ്റിനും ഹാലല ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. തുടർന്നും ഹാലലിയ ദൈവസന്നിധിയിൽ അന്യോന്യം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എവരെയും സഹായിക്കട്ടെ. ട്രാൻസ്ലേറ്റർ സഹോദരനോട് പ്രത്യേക നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. May God bless you all.